തേർഡ് സെമസ്റ്റർ മാത്തമാറ്റിക്സിലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈ സെഡ് അങ്ങനെ ഒരു വേരിയബിൾ അല്ല ഒന്നിലധികം വേരിയബിൾസ് വരുമ്പോഴാണ് നമ്മൾ പൊതുവെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെത്താറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എന്താണ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫങ്ഷൻസ് ഓഫ് 1 വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ആർ റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് ഒരു ഫങ്ഷൻ ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് എക്സ് ബിലോങ്സ് ടു എ എടുത്താലും നമുക്കൊരു യുണീക്ക് വൈ ആറിൽ കണ്ടെത്താൻ സാധിക്കും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്നൊക്കെ പറയാം. ഏതൊരു എക്സ് എടുത്താലും എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു യുണീക്ക് ഇമേജ് ഈ സെറ്റിലുണ്ടായിരിക്കണം. ഇപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റാണെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം. ഇത് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആയതുകൊണ്ട് 6 ഇമേജ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു യുണീക്കായിട്ടുള്ള വൈ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ ഫങ്ഷൻ എന്ന് പറയുള്ളൂ. അതായത് എക്സിന് ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, 1 ആൻഡ് ഓൺലി 1 ഇമേജ്. ഇപ്പോൾ ഞാൻ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 എന്നും എഫ് ഓഫ് 1 ഈക്വൽ ടു 3 എന്നും എഫ് ഓഫ് 2 ഈക്വൽ ടു 4 എന്നും പറഞ്ഞൊരു ഫങ്ഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് ഞാനൊരു മാപ്പ് ഇങ്ങനെയൊരു മാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കട്ടെ. ശരിക്കും ഇത് ഫങ്ഷൻ ആകും. അപ്പോൾ നമുക്കത് ഫങ്ഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നോക്കിയാൽ അറിയാം എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണ്, എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് യൂണീക്ക് അല്ല. കാരണം 1-ന് 2ഉം 3ഉം ഇമേജായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമേജ് യുണീക്ക് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാപ്പ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ആവില്ല. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് 1 വേരിയബിൾ നമ്മൾ ഹയർ സെക്കൻഡറി മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ്. ഇനി ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. എ ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾസ് is a rule of correspondence that assigns to each ordered pair of real numbers x, y of a subset of the xy plane one and only one number set in the set R of real numbers. നമ്മൾ എങ്ങനെയായിരുന്നു 1 വേരിയബിൾ ഉള്ളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾസും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സബ്സെറ്റ് ഉണ്ട്. എക്സ് വൈ പ്ലെയിൻ്റെ ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പം എക്സ് വൈ പ്ലെയിനിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. പ്ലെയിൻ ആണല്ലോ, പ്ലെയിനിലെ നമ്മൾ ആർ ക്രോസ് ആർ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കവിടെ ഓർഡേഡ് പെയർ 1 2 1 3 2 4 അങ്ങനെ ഓർഡേഡ് പെയേഴ്സ് ആയിട്ടായിരിക്കും അവിടുത്തെ പോയിൻറ്റ്സ് ഉണ്ടാവുക. അപ്പം ഈ ഒരു സെറ്റിൽ നിന്നും നമ്മൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കൊരു ഒരു റൂള് അല്ലെങ്കിൽ ഒരു റൂൾ ഓഫ് കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ that assigns to each ordered pair of real numbers xy of a subset of the xy plane one and only one number set in the set R of real numbers. അപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് ആറിലേക്ക് ഒരു ഫങ്ഷൻ എഫ് ഉണ്ടെങ്കിൽ അതിനെ ഫങ്ഷൻ എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ, ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്ന് വിളിക്കണമെങ്കിൽ ഇവിടെ ഏത് എക്സ് വൈ എടുത്താലും ഇവിടെ ഒരൊറ്റ ഇമേജ് സെഡേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ആ എക്സ് വൈ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് യുണീക്ക് ആയിരിക്കണം. ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ എഫ് ഓഫ് 1 2 ഈക്വൽ ടു
3യും f(1, 2) = 4 ആണെങ്കിൽ ആ ഒരു മാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഫങ്ഷൻ ആവില്ല. കാരണം 1, 2ൻ്റെ ഇമേജ് യൂണീക്ക് അല്ല. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് യൂണീക്ക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾ എന്ന് പറയും. 2 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സെറ്റിലാണോ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അത് നമ്മൾ XY പ്ലെയിനിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് എങ്ങനെയാണോ ഡൊമൈനും റേഞ്ചും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫങ്ഷൻ ഓഫ് 2 വേരിയബിൾസിലും ഡൊമൈനും റേഞ്ചും പറയുന്നത്. സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് XY ഈസ് കോൾഡ് ദി ഡൊമൈൻ ഓഫ് ദി ഫങ്ഷൻ. ഏത് സെറ്റിൽ നിന്നാണോ നമ്മുടെ ഫങ്ഷൻ തുടങ്ങുന്നത്, ഏത് സെറ്റിൽ നിന്നാണ് തുടങ്ങുന്നത് ആ സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ A എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് എല്ലാം ഓർഡേർഡ് പെയർ XY ആ ഒരു ഫോമിലായിരിക്കും. അത്തരത്തിലുള്ള എയിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും കളക്ഷൻ, അതിനെയാണ് നമ്മൾ ഡൊമൈൻ ഓഫ് ദി ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് സെറ്റ് ഈസ് കോൾഡ് ദി റേഞ്ച്. ഈ ഡൊമൈനിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു യുണീക്ക് ഇമേജ് ഉണ്ടാവുന്ന, യുണീക്ക് ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു സെഡ് എന്ന് പറയുന്നത് യുണീക്ക് ഇമേജ്. ഏത് XY എടുത്താലും അതിന് ഒറ്റ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇമേജിൻ്റെ ഒക്കെ കളക്ഷൻ എടുത്താൽ അതായിരിക്കും, അതിനെയാണ് നമ്മൾ, ആ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. ജനറലായിട്ട് നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷനെ നമ്മൾ എഴുതുന്നത് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ഈസ് യൂഷ്വലി റിട്ടൺ സെഡ് ഈക്വൽ ടു f(xy). നമ്മൾ ഇതിനു മുൻപ് 1 വേരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നപ്പോൾ y ഈക്വൽ ടു f(x) എന്നായിരുന്നു അതിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. ഇവിടെ സെഡ് ഈക്വൽ ടു f(xy) എന്നാണ് എഴുതുക. The variables x and y are called independent variables of the function and z is called the dependent variable. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ടല്ലേ, ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ f(xy) ഇതിൽ എക്സിനെയും വൈയെയും നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സിനും വൈക്കും ഏത് വാല്യൂ വേണമെങ്കിലും വരാം. നമ്മളുടെ ആ സെറ്റിൽ ഏത് വാല്യൂ വേണമെങ്കിൽ എക്സിനും വൈക്കും വരാം. എക്സും വൈയും, എക്സിൻ്റെ വൈൻ്റെ വാല്യൂ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി സെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് സെഡിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സെഡ് ഈക്വൽ ടു f(xy) ആണെങ്കിൽ z is the dependent variable and x, y are the independent variables. The graph of a function z equal to f(xy) is a surface in 3-dimensional space. y equal to f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ ചെയ്തെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, XY ആക്സിസ് വരച്ചു, എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ y വാല്യൂസ് കിട്ടി. അത് വെച്ച് നമ്മൾ XY പ്ലെയിനിലായിരുന്നു y ഈക്വൽ ടു f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിരുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. അപ്പോൾ 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ XY പ്ലെയിനിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് 3-dimensional സ്പേസിലെ ഒരു സർഫസ് ആയിരിക്കും ഈ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ ആണെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് ലൈൻസ്, കേർവ്സ് അങ്ങനെയായിരുന്നു. XY പ്ലെയിനിൽ സ്ട്രെയിറ്റ് ലൈൻസ്, കേർവ്സ് അങ്ങനെയായിരുന്നു ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിളിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇവിടെ സർഫസ് ആയിരിക്കും, 3-dimensional സ്പേസിലെ ഒരു സർഫസ് ആയിരിക്കും ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ z ഈക്വൽ ടു f(xy). ഓക്കെ, നെക്സ്റ്റ് ലെവൽ കേർവ്സ് ആണ്. എ ലെവൽ കേർവ് ഈസ് ഡിഫൈൻഡ് ആസ് for a function z equal to f(xy), the curves defined by f(xy) equal to c for suitable values of c are called the level curves of f. ലെവൽ കേർവ്സ് എന്ന് പറഞ്ഞാൽ z equal to f(xy) എന്ന് പറഞ്ഞൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ കേർവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് f(xy) equal to c. ഇവിടെ c എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ വേണമെങ്കിലും ആകും. c എന്ന് പറഞ്ഞൊരു നമ്പറാണ്, അതിന് എന്ത് വാല്യൂ വേണമെങ്കിലും ആകാം. f(xy) equal to 0, f(xy) equal to 1, f(xy) equal to
-1 f(x, y) = 1/2. അപ്പോൾ സിക്ക് അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും നമ്മൾ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോ കേർവ്സ് ആണ്. ഈ കേർവ്സിനെയാണ് നമ്മൾ ലെവൽ കേർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, അപ്പോൾ ലെവൽ കേർവ്സ് എന്താണെന്ന് കണ്ടു. f(x, y) = c എന്ന് പറഞ്ഞ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ കേർവ്സ്, അത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ഷേപ്പായിരിക്കും അതെന്ന്. അപ്പം അങ്ങനെയാണ് ലെവൽ കേർവ്സ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. സ്കെച്ച് ദ ലെവൽ കേർവ്സ് ഓഫ് ദി ഫംഗ്ഷൻ f(x, y) = y² - x². ഇവിടുത്തെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് f(x, y) = y² - x² ആണ്. ലെവൽ കേർവ്സ് ആർ ഗിവൺ ബൈ f(x, y) = c. f(x, y) = c. അങ്ങനെയാണ് നമ്മൾ ലെവൽ കേർവ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. f(x, y) = y² - x² ആണ്. അതുകൊണ്ട് തന്നെ y² - x² = c എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പം y² - x² = c ഒരു കോൺസ്റ്റൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു 1 എന്നോ 2 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കുറേ ലെവൽ കേർവ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. y² - x² = c എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു കോണിക് സെക്ഷൻ്റെ ഇക്വേഷനാണ് y² - x² = c. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കറിയാം. x² / a² - y² / b² = 1. ഇതെന്ന് പറഞ്ഞാലൊരു ഈ ഇക്വേഷനും ഒരേ ഫോമിൽ തന്നെയാണുള്ളത്. ഇതെന്ന് പറഞ്ഞ ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്, ഹൈപ്പർബോള. അപ്പം y² - x² = c എന്നാണ് ഇവിടെ ഉള്ളത്. x² / a² - y² / b² = 1. ഇതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. അതുപോലെ തന്നെ y² / a² - x² / b² = 1. ഇതും ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അനുസരിച്ച് y² - x² = c എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ടാണ് കൂടുതൽ ഇതിന് സാദൃശ്യമുള്ളത്. കാരണം ഇവിടെ y² ആണ്, ഇവിടെ ഫസ്റ്റ് വേരിയബിളായിട്ട് വരുന്ന y² ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പർബോളാസ് ആയിരിക്കും ഇതിൻ്റെ ലെവൽ കേർവ്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പർബോളാസിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പർബോളാസ് ആയിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ചിലപ്പോൾ ഹൈപ്പർബോളാസ് മാത്രം ആയിരിക്കില്ല, അതല്ലാതെ ചിലപ്പോൾ സ്ട്രേറ്റ് ലൈൻസ് വരാം, അല്ലെങ്കിൽ മറ്റു ചില കേർവ്സ് ഒക്കെ വരാം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ 3 കേസായിട്ടാണ് നോക്കുന്നത്. y² - x² = c എന്നായിരുന്നു നമുക്ക് കിട്ടിയ ലെവൽ കേർവിൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് കേസിൽ സിക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ആകാം. അപ്പോൾ സി പോസിറ്റീവ് ആയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സി പോസിറ്റീവ് ആയാൽ y² - x² > 0 ആയിരിക്കും. കാരണം സി പോസിറ്റീവാണ്. y² - x² = c ആണ്. ആ സി > 0 ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു സിക്ക് ഒരു 1 എന്ന് ഇട്ട് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ y² - x² = 1 എന്ന് നമുക്ക് കിട്ടും. സിക്ക് നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സി > 0 ആകുമ്പോൾ y² - x² = 1 എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർബോള ഇങ്ങനെയാണ് വരിക. കാരണം ഇവിടെ y² - x² ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആയിരിക്കും. മേജർ ആക്സിസ് y ആക്സിസ് ആയിരിക്കും. അപ്പോൾ സി > 0 ആകുമ്പോൾ നമുക്ക് കിട്ടി ഹൈപ്പർബോളാസ് ആണെന്ന്. മേജർ ആക്സിസ് y ആക്സിസ്. ഇനി സി < 0 ആണെങ്കിൽ y² - x² < 0 ആയിരിക്കും. y² - x²
ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ -1 എന്ന് കിട്ടി. y² - x² -1 ആയതുകൊണ്ട് x² - y² എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. -1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x² - y² = 1 എന്ന് കിട്ടും. ഇതും ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. 2 ഇക്വേഷനാണ് നമ്മൾ കണ്ട ഹൈപ്പർബോളയ്ക്ക്. ഇവിടെ എക്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ x² - y² = 1 എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ് വരുന്നത്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി c greater than 0 ആണെങ്കിൽ ഹൈപ്പർബോളാസ് ആണെന്ന് കിട്ടി. c less than 0 ആണെങ്കിലും ഹൈപ്പർബോളാസ് ആണെന്ന് കിട്ടി. ഇനി c equal to 0 ആണെങ്കിൽ y² - x² = 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് y² = x², which implies y = ± x. അപ്പോൾ y² = x² implies y = ± x. അപ്പോൾ y = x, y = -x എന്ന് പറയുന്ന 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ്. y = x ഉം y = -x ഉം സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമുക്ക് ലെവൽ കേർവ്സ് കിട്ടി. c = 0 ആകുമ്പോൾ നമുക്ക് y = x എന്ന് കിട്ടി. അതുപോലെ തന്നെ y = -x എന്ന് പറയുന്ന 2 സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടി. അതുപോലെ തന്നെ c പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ c = 1 നോക്കിയപ്പോൾ നമുക്ക് ഒരു ഹൈപ്പർബോള കിട്ടി. അതുപോലെ സിക്ക് ഏത് വാല്യൂ പോസിറ്റീവായിട്ടുള്ള ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും കിട്ടുന്നത് ഇതുപോലുള്ള കുറേ ഹൈപ്പർബോളാസ് ആയിരിക്കും. അതുപോലെ c less than 0 ആണെങ്കിൽ ഇതുപോലെയുള്ള കുറേ ഹൈപ്പർബോളാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ f(x, y) = y² - x² എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ലെവൽ കേർവ്സ് എന്ന് പറയുന്നത് ഹൈപ്പർബോളാസും വരും, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസും വരും. ഓക്കെ, അങ്ങനെയാണ് അടുത്തൊരു എക്സാമ്പിൾ 2. സ്കെച്ച് ദ ലെവൽ കേർവ്സ് അസോസിയേറ്റഡ് വിത്ത് f(xy) = y² - x. അപ്പോൾ ലെവൽ കേർവ്സ് ആർ ഗിവൺ ബൈ f(xy) = c, which implies y² - x = c. y² - x = c, which implies y² = x plus c. y² = x plus c എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാവുന്ന കോണിക് സെക്ഷൻ്റെയോ അല്ലെങ്കിൽ കേർവ്സിൻ്റെയോ ഇക്വേഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ y² = x എന്ന് പറയുന്ന ഒരു ഇക്വേഷനുമായിട്ടൊരു അതിനൊരു സാദൃശ്യമുണ്ട്. y² = x അതെന്തായിരുന്നു? അതൊരു പരാബോളയായിരുന്നു അല്ലേ? പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് വരുന്നത് y² = 4ax എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ പരാബോള വരുന്നത് ഇങ്ങനെയാണ്. മേജർ ആക്സിസ് എക്സ് ആക്സിസ്, മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഇങ്ങനെയാണ് y² = 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഗ്രാഫ് വരുന്നത്. അപ്പം y² = 4ax ഒരു പ്ലസ് സിയും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം പ്ലസ് സി ഉള്ളത് കൊണ്ട് തന്നെ അത് റൈറ്റിലേക്ക് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലെവൽ കേർവ്സ് വരുന്നത്. അപ്പോൾ സിക്ക് ഏത് വാല്യൂ കൊടുത്താലും സി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ സി ഒരു 1 ആണെന്ന് വിചാരിച്ചു സിയുടെ വാല്യൂ. അപ്പോൾ y² = x + 1 എന്ന് കിട്ടി. ഇനി സി അതും ഒരു പരാബോളയാണ്. ഇതേപോലെ തന്നെയാണ് പരാബോള വരിക. അതുപോലെ തന്നെ y² c = -1 കൊടുത്താൽ അതിൻ്റെ ഇക്വേഷനും അപ്പോൾ നമുക്ക് കിട്ടുന്നത് y² = x - 1 എന്ന് കിട്ടും. അതും പരാബോളയായിരിക്കും. ഇതുപോലെ തന്നെയായിരിക്കും വരിക. കാരണം ഈ പരാബോളയുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ എങ്കിൽ ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ c = 0 കൊടുത്താലും നമുക്ക് കിട്ടുന്നത് y² = x ആണ്. y² = x എന്ന് പറഞ്ഞ പരാബോള ഇതാണ്. അപ്പം ഈ ഒരു
ലെവൽ കർവ്സ് ഈ ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ലെവൽ കർവ്സ് എന്ന് പറയുന്നത് പരാബോളാസ് ആയിരിക്കും. ആദ്യത്തെ പ്രോബ്ലത്തിൽ ഹൈപ്പർബോളാസും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈനും വരുന്നുണ്ട്. ഇവിടെ പരാബോളാസ് മാത്രമായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ ലെവൽ കർവ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് ലെവൽ കർവ്സ് എന്താണെന്ന് കണ്ടു. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെവൽ കർവ്സ് കിട്ടും. ഇനി അതുപോലെ തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് 3 or more വേരിയബിൾസ്. 2 വേരിയബിൾസ് ഡിഫൈൻ ചെയ്ത സെയിം മാനറിലാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസും 4 വേരിയബിൾസും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. എ ഫങ്ഷൻ ഓഫ് 3 വേരിയബിൾസ് is a rule of correspondence that assigns to each ordered triple of real numbers x, y, z of a subset of 3-dimensional space, one and only one number w in the set R of real numbers. We write w equal to f of x, y, z. അവിടെ 2 ഡയമെൻഷൻ ആയിരുന്നപ്പോൾ 2 വേരിയബിൾസ് ആയിരുന്നപ്പോൾ അവിടെ 2 ഡയമെൻഷണൽ സ്പേസിൻ്റെ ഒരു സബ്സെറ്റിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. ഇവിടെ 3 ഡയമെൻഷണൽ സ്പേസ് ആകുമ്പോൾ 3 വേരിയബിൾസ് ആകുമ്പോൾ 3 ഡയമെൻഷണൽ സ്പേസിൻ്റെ സബ്സെറ്റിൽ നിന്നും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുക വി റൈറ്റ് w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് എക്സ് വൈ സെഡ്, കാരണം അതിൻ്റെ വാല്യൂസ് മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്ത് വാല്യൂ വേണമെങ്കിലും ആകാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിളായി വരുന്നത് w ആണ്, കാരണം w എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എക്സ് വൈ സെഡ് ഈ 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളിനെ അസോസിയേറ്റ് ചെയ്തൊരു ലെവൽ കർവ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആകുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ലെവൽ സർഫസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താ ലെവൽ സർഫസ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഫോർ എ ഫംഗ്ഷൻ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ദ കർവ്സ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഫോർ സ്യൂട്ടബിൾ വാല്യൂസ് ഓഫ് സി ആർ കോൾഡ് ലെവൽ സർഫസസ് ഓഫ് എഫ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി, സിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. സി ഒരു നമ്പറാണ്, 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഏത് നമ്പർ വേണമെങ്കിലും ആകാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ്സ് അല്ലെങ്കിൽ കർവ്സ് അല്ല സർഫസസ്, അതാണ് നമ്മൾ ലെവൽ സർഫസസ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഡിസ്ക്രൈബ് ദ ലെവൽ സർഫസസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെഡ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് ആണ്. അപ്പോൾ ലെവൽ സർഫസസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെഡ് ഈക്വൽ ടു സി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് ഈക്വൽ ടു സി, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സെഡ്. ഇതാണ് ലെവൽ സർഫസസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ ആണെങ്കിൽ നമുക്ക് ലെവൽ കർവ്സ് നമുക്ക് വരയ്ക്കാമായിരുന്നു. 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് ലെവൽ കർവ്സ് വരിക, അതുകൊണ്ട് തന്നെ നമുക്കതിനെ വരയ്ക്കാനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതിപ്പം 3 ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഏത് ഷേപ്പാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏത് കോണിക് സെക്ഷനാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, അത് സ്കെച്ച് ചെയ്യേണ്ട കാര്യമില്ല. ലെവൽ സർഫസ് ആകും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സെഡ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പരാബോളോയിഡിൻ്റെ ഇക്വേഷനാണ്. പരാബോളോയിഡ്, പരാബോളോയിഡിൻ്റെ ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് പരാബോളോയിഡ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു സെഡ്. ഇതാണ് ഒരു പരാബോളോയിഡിൻ്റെ ജനറൽ ഇക്വേഷനായിട്ട് വരുന്നത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു
സി സെഡ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സി ഇങ്ങോട്ട് വന്നാൽ എക്സ് സ്ക്വയർ ബൈ സി പ്ലസ് വൈ സ്ക്വയർ ബൈ സി ഈക്വൽ ടു സെഡ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനും ഒരു പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അതുകൊണ്ട് ലെവൽ സർഫസസ് എന്ന് പറയുന്നത് പരാബോളോയിഡ് ആയിരിക്കും. Example 2. Describe the level surfaces of f of xyz equal to x square plus y square plus z square. Level surfaces are given by f of xyz equal to c, which implies x square plus y square plus z square equal to c. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞ ഒരു സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. സ്ഫിയറിൻ്റെ ജനറൽ ഇക്വേഷനാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന ഒറിജിൻ ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ റൂട്ട് സി ആയിരിക്കും. അപ്പോൾ ഇതൊരു സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. സ്ഫിയറിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഒരു സ്ഫിയറിൻ്റെ ജനറൽ ഇക്വേഷൻ. അതിൻ്റെ റേഡിയസ് ആറാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസും സെൻറ്റർ ഒറിജിനുമായിട്ട് വരുന്ന ഒരു സ്ഫിയറിൻ്റെ ജനറൽ ഇക്വേഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സി എന്നാണ് ലെവൽ സർഫസിൻ്റെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ സിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കുറേ സ്ഫിയേഴ്സ് കിട്ടും അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 2. അങ്ങനെ നമുക്ക് സിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് കുറേ സ്ഫിയർ അതായിരിക്കും കിട്ടും. അതാണ് ഇവിടുത്തെ ലെവൽ സർഫസ് ആയിട്ട് വരുന്നത്. അപ്പം ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണെങ്കിൽ അവിടെ ലെവൽ കർവ്സ് ആണ്. ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് ആണെങ്കിൽ അവിടെ ലെവൽ സർഫസ് ആണ്. ലെവൽ സർഫസസ് നമുക്ക് സ്കെച്ച് ചെയ്യാൻ 3 ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ സ്കെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രൈബ് എന്നാണ് പറയുകയുള്ളൂ. ക്വസ്റ്റ്യനിലാണെങ്കിൽ പ്രത്യേകം ഡിസ്ക്രൈബ് ദി ലെവൽ സർഫസസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളവിടെ ആ ഒരു ഇക്വേഷൻ ഏതാണെന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ കോണിക് സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജനറലായിട്ട് ഓരോ കേർവ്സിൻ്റെ ഒക്കെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പഠിച്ചു വെക്കണം അത്തരത്തിലുള്ള ഇക്വേഷൻസ്. എന്നാലേ നമുക്ക് ഈ ചോദ്യം ലെവൽ കേർവ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ടത് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, ലെവൽ കേർവ്സ്, ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്, ലെവൽ സർഫസസ്. ഈ 4 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫങ്ഷൻസ് ഓഫ് 2 or more വേരിയബിൾസിനാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.